ഐതിഹ്യമാല അധ്യായം 16. കാലടിയിൽ ഭട്ടതിരി. കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം കുമാരനെല്ലൂർ ഗ്രാമത്തിൽപ്പെട്ട നെട്ടാശ്ശേരി എന്ന ദിക്കിലായിരുന്നു. ഈ ഇല്ലത്തിലുള്ളവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ മന്ത്രവാദമുണ്ടെന്നും ഗണപതി പ്രത്യക്ഷമാണെന്നും പ്രസിദ്ധമാണല്ലോ. ഇവരുടെ മന്ത്രവാദത്തിന് അനന്യ സാധാരണത്വം സിദ്ധിക്കുന്നതിനും ഗണപതി പ്രത്യക്ഷഭവിക്കുന്നതിനുമുള്ള കാരണങ്ങൾ ചുരുക്കമായി ഇവിടെ പറയാം. ഒരിക്കൽ ഈ ഇല്ലത്തുള്ള ഒരു ഭട്ടതിരിയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ വേറൊരു നമ്പൂരിയും കൂടി തൃശ്ശുവപ്പേരൂർ പൂരം കാണുവാനായി പുറപ്പെട്ടു. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമായപ്പോൾ നേരം വൈകിയതിനാൽ ഒരില്ലത്ത് കയറി പകലെ ഊണും സന്ധ്യാവന്തരവും കഴിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് യക്ഷിപ്പറമ്പ് എന്ന സ്ഥലത്തിന് സമീപമായപ്പോൾ സർവാംഗ സുന്ദരികളായ 2 മനുഷ്യ സ്ത്രീകൾ വഴിയിൽ നിൽക്കുന്നത് കണ്ടു. ആ സ്ത്രീകൾ ഇവരുടെ അടുത്ത് ചെന്നപ്പോൾ തിരുമേനികൾ എങ്ങോട്ടാണ് ഈ അസമയത്ത് എഴുന്നള്ളുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി ഞങ്ങൾ പൂരത്തിന് പോവുകയാണ് എന്നും പറഞ്ഞു. ഉടനെ സ്ത്രീകൾ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ യക്ഷിപ്പറമ്പ് പറയുന്ന സ്ഥലമാണ്. ഇങ്ങനെയുള്ള സസമയങ്ങളിൽ ഇതിലെ മനുഷ്യരാരും നടക്കാറില്ല. ഇതൊരു വൈഷ്യമ സ്ഥലമാണെന്ന് അവിടേക്ക് കേട്ടിട്ടില്ലായിരിക്കുമേ. എഴുന്നള്ളത്ത് ഇന്ന് വേണ്ടെന്നാണ് അടിയങ്ങൾക്ക് തോന്നുന്നത്. എഴുന്നള്ളിയാൽ എന്തെങ്കിലും ആപത്തുണ്ടാകും. അങ്ങനെ വളരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്പൂരി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ദിക്കിലെങ്ങും പരിചയമില്ല. ഞങ്ങൾ ഈ ദിക്കുകാരല്ല. ഇന്ന് പോകേണ്ടെന്ന് വെച്ചാൽ കയറിക്കിടക്കുന്നതിന് എവിടെയാണ് സൗകര്യമുള്ളത്? ഇവിടെ അടുക്കലൊന്നും വല്ല ശൂദ്ര വീടുകളോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു. അടിയങ്ങളുടെ കൂപ്പമാടം ഇവിടെ അടുക്കലാണ്. വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് എഴുന്നള്ളിയാൽ ഇവിടെ കിടക്കാമെന്ന് സ്ത്രീകൾ പറഞ്ഞു. ഇങ്ങനെ ആ സ്ത്രീകളും ഈ ബ്രാഹ്മണരും കൂടി കുറഞ്ഞൊരു നേരത്തെ സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അസമയത്ത് പോയാൽ വല്ലതും ആപത്ത് സംഭവിച്ചെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടും ഈ സുന്ദരികളോടും കൂടി പോയാൽ അന്നത്തെ രാത്രി സുഖമായി കഴിച്ചുകൂട്ടാമെന്നുള്ള മോഹം കൊണ്ടും ഭട്ടതിരിയും നമ്പൂരിയും ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് പോവുക തന്നെ തീർച്ചയാക്കി. പിന്നെ അവർ 4 പേരും കൂടി അവിടെ നിന്ന് പോയി. കുറച്ച് ചെന്നപ്പോൾ വലിയതായിട്ട് ഒരു മാളിക കണ്ടു. ഈ സ്ത്രീകൾ ബ്രാഹ്മണരെ ആ മാളികയിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അടുത്തടുത്ത് വിശാലമായ 2 മുറികൾ ഉണ്ടായിരുന്നു. അതിലൊന്നിൽ ഭട്ടതിരിയെയും ഒന്നിൽ നമ്പൂരിയെയും കൊണ്ടുചെന്ന് കിടത്തി. 2 മുറികളിലും ഓരോ സ്ത്രീകൾ ചെന്നുകൂടി. ഭട്ടതിരി കിടന്ന മുറിയിൽ ചെന്ന ആ സ്ത്രീ ഭട്ടതിരിയെ തൊട്ടപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ലാതെയായി പോയി. ഉടനെ അവൾ അദ്ദേഹത്തെ ഭക്ഷിക്കുവാനും തുടങ്ങി. നമ്പൂരിക്ക് പതിവായി ദേവീ മാഹാത്മ്യം പാരായണം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ദേവീ മാഹാത്മ്യം ഗ്രന്ഥമുണ്ടായിരുന്നു. ആ ഗ്രന്ഥം തലക്കൽ വെച്ചും കൊണ്ടിട്ടാണ് കിടക്കുക പതിവ്. അന്നും ഗ്രന്ഥം തലക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന സ്ത്രീ ആ ഗ്രന്ഥം ഇവിടെ താഴെ എങ്ങാനും വെച്ചേക്കണം, അതെന്തിന് തലക്കൽ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. ഇത് താഴെ വയ്ക്കുവാൻ പാടില്ല, തലക്കൽ വെച്ചുകൊണ്ടാണ് ഞാൻ കിടന്നാറുറങ്ങാ പതിവ്. ഇങ്ങനെ നമ്പൂരി പറഞ്ഞു. പിന്നെയും ഗ്രന്ഥം താഴം വെക്കാൻ ആ സ്ത്രീ വളരെ നിർബന്ധിച്ചു. എങ്കിലും നമ്പൂതിരി സമ്മതിച്ചില്ല. അപ്പോഴേക്കും മറ്റേ മുറിയിൽ ഭട്ടതിരിയുടെ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നതിൻ്റെയും ചോറ് കുടിക്കുന്നതിൻ്റെയും ശബ്ദം കലശായിട്ട് ഈ മുറിയിൽ കേട്ടു തുടങ്ങി. നമ്പൂരിക്ക് കുറേശ്ശെ ഭയവും ചില സംശയങ്ങളും തോന്നി തുടങ്ങി. അവിടെ കിടക്കുന്നും കൊണ്ട് ഭട്ടതിരിയെ വിളിച്ചു. ഭട്ടതിരിയെ അപ്പോഴേക്കും മുക്കാലും ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ 6 വിളി കേൾക്കുന്നു. ഭട്ടതിരി വിളി കേൾക്കാതിരിക്കുകയും അടുക്കൽ നിൽക്കുന്ന സ്ത്രീ ഗ്രന്ഥം താഴെ വയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതും കൊണ്ടും മറ്റും ആകപ്പാടെ കാര്യം നല്ല പന്തിയല്ലെന്നും ഈ സ്ത്രീകൾ കേവലം മനുഷ്യ സ്ത്രീകളല്ലെന്നും തോന്നുകയാൽ നമ്പൂരിക്ക് ഭയം കലശായി തീർന്നു. അദ്ദേഹം ഗ്രന്ഥം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് തന്നെ കിടന്നു. അദ്ദേഹത്തിന് ലവലേശം ഉറക്കം വരികയും അദ്ദേഹം ഉറങ്ങുകയും ഉണ്ടായില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അന്ത്യയാമമാകുന്നത് വരെ ആ സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ ആ മുറിയിൽ നിന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നമ്പൂരി നിശേഷ്ടനായി ആ കട്ടിലിൽ തന്നെ ഉറങ്ങാതെ കിടങ്ങുകയും ചെയ്തു. നേരം വെളുത്തപ്പോൾ അവിടെ മാളികയുമില്ല, സ്ത്രീകളുമില്ല. നമ്പൂരി ഒരു വലിയ കരിമ്പനയുടെ മുകളിൽ ഇരിക്കുന്നു. പിന്നെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ഒരു വിധത്തിൽ താഴെ ഇറങ്ങി. അപ്പോൾ അതിനടുത്തുള്ള മറ്റൊരു കരിമ്പനയുടെ ചുവട്ടിൽ ഭട്ടതിരിയുടെ നഖങ്ങളും കുടുംബയും മാത്രം കിടക്കുന്നത് കണ്ടു. അപ്പോൾ തലേ ദിവസം കാണപ്പെട്ട സ്ത്രീകൾ മനുഷ്യ സ്ത്രീകളല്ലെന്നും യക്ഷികളായിരുന്നുവെന്നും അവരുടെ മായാബലം കൊണ്ട് അവരെ മനുഷ്യ സ്ത്രീകളാക്കിയെന്ന് കരിമ്പന മാളുകയാണെന്നും തോന്നിപ്പിച്ചതാണെന്നുമൊക്കെ ഭട്ടതിരിയെ യക്ഷി ഭക്ഷിക്കുമായിരുന്നുവെന്നും ദേവീ മാഹാത്മ്യം എന്ന ഗ്രന്ഥം തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനാൽ തന്നെ തൊടുവാൻ പാടില്ലാഞ്ഞതാണെന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ അദ്ദേഹം പൂരത്തിന് പോകാതെ തന്നെ തിരിച്ചു പോന്നു. അന്ന് മരിച്ചുപോയ ഭട്ടതിരിയല്ലാതെ ആ ഇല്ലത്ത് പുരുഷന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. മരിച്ചുപോയ ഭട്ടതിരിയുടെ അന്തർജനത്തിന് അന്ന് ഗർഭമുണ്ടായിരുന്നു. നമ്പൂരി വന്ന് ഭട്ടതിരിയുടെ മരണവൃത്താന്തം അന്തർജനത്തിന്റെ അടുക്കൽ അറിയിച്ചു.
അപ്പോൾ വിധവയായി തീർന്ന ആ അന്തർജനം അത്യന്തം വിഷാദാത്മകനായി. പിന്നെ ആ പതിവ്രത തന്നെ ഭർത്താവിൻ്റെ ശേഷക്രിയകളെല്ലാം ചിഴിച്ചു. അങ്ങനെയിരിക്കുന്ന കാലത്ത് ഏറ്റവും തേജോമയനായ ഒരു പുത്രനെ അന്തർജനം പ്രസവിച്ചു. ഉണ്ണിക്ക് ജാതകകർമ്മം, നാമകരണം, അന്നപ്രശ്നം, ചൗളം, ഉപനയനം, സമാവർത്തനം മുതലായവ യഥാകാലം വേണ്ടതുപോലെയെല്ലാം കഴിച്ച് അതിനിടയ്ക്ക് വിദ്യാഭ്യാസം ചെയ്യുകയും വേദോധ്യാനം ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്തു. അത്യന്തം ബുദ്ധിമാനായ ബ്രാഹ്മണകുമാരന് 16 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വേദഗന്ധാത പരിജ്ഞാനിയും സകലശാസ്ത്ര പുരോണിത ഇതിഹാസ പരാംഗതനുമായി തീർന്നു. അപ്പോൾ തൻ്റെ അച്ഛൻ്റെ മരണവൃത്താന്തം അമ്മ പറഞ്ഞ് മനസ്സിലാവുകയാൽ അച്ഛനെ കൊന്ന ആ യക്ഷിയുടെ കഥ കഴിച്ചേക്കേണ്ടത് അദ്ദേഹം നിശ്ചയിച്ച് ആ ഉദ്ദേശസിദ്ധിക്കായി സൂര്യനെ സേവിച്ചു തുടങ്ങി. അതികഠിനമായിരിക്കുന്ന തപസ്സുകൊണ്ട് അദ്ദേഹം സൂര്യഭഗവാനെ പ്രത്യക്ഷമാക്കി. സൂര്യഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ രൂപം ധരിച്ച് ഭട്ടതിരിയുടെ അടുക്കൽ ചെന്ന് ചില ദിവ്യമന്ത്രാന്തകൾ ഉപദേശിക്കുകയും പോരാത്തതെല്ലാം ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ നോക്കി ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം കൊടുക്കുകയും ചെയ്തിട്ട് മറഞ്ഞു പോവുകയും ചെയ്തു. ആ ഭട്ടതിരിക്ക് സൂര്യകാലടി എന്ന നാമം സിദ്ധിക്കുകയും പ്രസിദ്ധമാവുകയും ചെയ്തു. അദ്ദേഹമാണ് വിശ്വവിസ്തൃതനായ സൂര്യകാലടി എന്ന് പറയപ്പെടുന്ന ഭട്ടതിരി. അക്കാലം മുതൽ ആ ഇല്ലത്ത് ഓരോ തലമുറയിൽ ഓരോരുത്തർക്ക് സൂര്യൻ എന്നുകൂടി പേരിട്ടു തുടങ്ങി. അതിന്നും നടന്നു വരുന്നു. സൂര്യഭഗവാനിൽ നിന്ന് ഉപദേശവും ഗ്രന്ഥം കിട്ടിയതിൻ്റെ ശേഷം സൂര്യഭട്ടതിരി വിവാഹം കഴിച്ച് ഗൃഹസ്ഥാനായിട്ട് താമസിച്ചു. അക്കാലത്ത് സൂര്യദത്തമായ ഗ്രന്ഥം മുഴുവനും നോക്കി ഹൃദ്യസ്ഥമാക്കി. അതൊരു മന്ത്രവാദ ഗ്രന്ഥമായിരുന്നതിനാൽ ഭട്ടതിരി പ്രസിദ്ധനായ ഒരു മന്ത്രവാദിയായി തീർന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനുണ്ടായ പുത്രന്മാർക്കും സൂര്യഭഗവാനിൽ നിന്ന് കിട്ടിയ വിദ്യയെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ തലമുറ തോറുമുണ്ടായ ഉപദേശം കൊണ്ട് ആ പാരമ്പര്യം ഇന്നും ആ ഇല്ലത്തുള്ളവർക്ക് കാണുന്നുണ്ട്. കാലടിയിൽ ഭട്ടതിരിമാരുടെ മന്ത്രവാദത്തിന് ഒരു അനന്യ സാധാരണത്വമാണ് ഇങ്ങനെ ഉണ്ടായത്. പിന്നെ സൂര്യഭട്ടതിരിയെ പല സ്ഥലങ്ങളിലും മന്ത്രവാദത്തിനായി കൊണ്ടുപോവുകയും അദ്ദേഹം പല ബാധകൾ ഒഴിക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം മന്ത്രവാദം ചെയ്തിട്ട് ഒഴിയാതെ ഒരു ബാധയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പല ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ സൂര്യഭഗവാന്റെ ഉപദേശ സാഫല്യത്തെക്കുറിച്ചുള്ള ഭട്ടതിരിയുടെ മനസ്സിൽ തന്നെ നല്ല വിശ്വാസമുണ്ടായി. സൂര്യഭഗവാന്റെ ഉപദേശപ്രകാരം ചെയ്താൽ എല്ലാം ഫലിക്കുമെന്ന് കണ്ടപ്പോൾ ഇനി ഒട്ടും താമസിയാതെ തൻ്റെ അച്ഛനെ ഭക്ഷിച്ച് യക്ഷിയെ ശിക്ഷിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. പിന്നെ അതിനു വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം സമ്പാദിച്ച് അതികഠിനമായൊരു ഹോമം തുടങ്ങി. ശിക്ഷാർഹയായ യക്ഷി ഏതാണെന്ന് നിശ്ചയമില്ലായാൽ അദ്ദേഹം ലോകത്തുള്ള സകല യക്ഷികളെയും ഒന്നായിട്ട് ആവാഹിച്ചു. ഇദ്ദേഹത്തിന്റെ മന്ത്രശക്തി കൊണ്ട് നിവൃത്തിയില്ലാതെ സകല യക്ഷികളും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ഭട്ടതിരി എൻ്റെ അച്ഛനെ ഭക്ഷിച്ചത് നിങ്ങളിൽ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ യക്ഷികളും ഞാനല്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി യക്ഷികളെ ഓരോരുത്തരെയായിട്ട് പൊന്നും വിളിക്കും പിടിപ്പിച്ച് സത്യം ചെയ്യിപ്പിച്ചു. അങ്ങനെ ശിഷ്യാർഹയായ ആ ഒരു യക്ഷി ഒഴികെ ശേഷം എല്ലാവരും പോയി. അപ്പോൾ ഭട്ടതിരി തൻ്റെ പുരോഭാഗത്തിൽ ഭയവിഹുലയായി വിറച്ചുകൊണ്ട് നിൽക്കുന്ന ആ യക്ഷിയോട് സത്യം ചെയ്യുവാൻ പറഞ്ഞു. താൻ അപരാധിയാകിയാൽ സത്യം ചെയ്യുന്നതിന് നിവൃത്തിയില്ലാതെ ആ യക്ഷി തൻ്റെ അപരാധത്തെ ഏറ്റുപറഞ്ഞു. ഉടനെ ഭട്ടതിരി, എന്നാൽ ഞാനിപ്പോൾ നിന്നെ ഹോമിക്കും എന്ന് പറഞ്ഞു. എന്നെ ഹോമിച്ചാൽ ഇന്നേക്ക് 41-ാം ദിവസം അങ്ങ് ചക്രശ്വാസം വലിച്ച് മരിക്കുമെന്ന് യക്ഷി പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, അങ്ങനെ വരാതിരിക്കാൻ ഒരു മാർഗമില്ലെന്ന് വരുമോ എന്ന് ചോദിച്ചു. 41-ാം ദിവസം തിരുവാലൂർ പോയി ദർശനം കഴിക്കുവാൻ സംഗതിയായാൽ മരിക്കുകയില്ല, അല്ലാതെ ശാപമോക്ഷം ഉണ്ടാകുന്നതല്ല എന്ന് യക്ഷി പറഞ്ഞു. എന്തായാലും ഇനി ഞാൻ വിട്ടയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭട്ടതിരി ആ യക്ഷിയെ പിടിച്ച് ഹോമിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് കേരള രാജ്യം വാണുകൊണ്ടിരുന്ന പളിമ്പണ പെരുമാൾ ഭട്ടതിരിയുടെ അടുക്കൽ ഒരാളെ അയച്ചു. ഉടനെ ഭട്ടതിരി അവിടെ ചെന്നു. അപ്പോൾ പെരുമാൾ തൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗന്ധർവന്റെ ഉപദ്രവം തുടങ്ങിയിട്ട് വളരെ കാലമായി എന്നും പല മന്ത്രവാദികളെ കൊണ്ടും മന്ത്രവാദങ്ങൾ ചെയ്യിപ്പിച്ചിട്ടും ഗന്ധർവൻ ഒഴിഞ്ഞു പോയിട്ടില്ലെന്നും ആ ഉപദ്രവം നിമിത്തം ഭാര്യയ്ക്കുണ്ടാകുന്ന ഗർഭമെല്ലാം അലസി പോകുന്നുവെന്നും അതിനാൽ ഏതുവിധവും ആ ഉപദ്രവം ഒഴിച്ചു തരണമെന്നും ഭട്ടതിരിയോട് പറഞ്ഞു. ഭട്ടതിരി അങ്ങനെ ആവാമെന്ന് സമ്മതിക്കുകയും അതിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾക്ക് ഒരു ചാർത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു. ചാർത്തിൻ പ്രകാരമുള്ള ഉപകരണങ്ങളെല്ലാം അന്ന് തന്നെ തയ്യാറാക്കി. ഭട്ടതിരി മന്ത്രവാദവും തുടങ്ങി. ചക്രം വരച്ച് പിണിയാൻ കുളിയിരുത്തി ഭസ്മം ജപിച്ചെടുക്കുകയും പല വിധത്തിലുള്ള ഹോമകർമാദികൾ കഴിക്കുകയും ചെയ്തിട്ടും പിണിയാൽ തുള്ളിയില്ല. എന്തൊക്കെയായിട്ടും ആ ഗന്ധർവന്റെ ആകർഷണത്താൽ ഉൾപ്പെടുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭട്ടതിരിയുടെ വാശി കരശായി തീരുകയാൽ ബ്രാഹ്മണർക്ക് വിഹിതമല്ലാത്ത പല കഠിനകർമ്മങ്ങളും അദ്ദേഹം ചെയ്തു. പല ജന്തുക്കളെയും മറ്റും അദ്ദേഹം മുറിച്ച് ഹോമത്തിൽ തുടങ്ങി. ശില നെയ്യിൽ മുക്കി നിലത്ത് വിരിച്ച് അത് നിറച്ച് ഉറങ്ങുമ്പോൾ എടുത്ത് ഹോമിക്കും.
ഇങ്ങനെയുള്ള കഠിന പ്രവൃത്തികൾ സംഖ്യയില്ലാതെ ചെയ്തപ്പോൾ ഗന്ധർവന് നിവൃത്തിയില്ലാതെയായി തീരുകയാൽ പ്രത്യക്ഷമായി ഭട്ടതിരിയുടെ മുമ്പിൽ വന്നു. പിന്നെ അവർ തമ്മിൽ മന്ത്രതന്ത്രങ്ങളെക്കുറിച്ച് ഒരു വലിയ വാദം തന്നെ ഉണ്ടായി. ആ വാദത്തിൽ ഭട്ടതിരി തന്നെ ജയിച്ചു. ഒരു വിധത്തിലും ഭട്ടതിരിയെ ജയിക്കുന്നതിന് നിവൃത്തിയില്ലെന്ന് തീർച്ചയായപ്പോൾ ഗന്ധർവൻ വളരെ താഴ്മയോടുകൂടി അതിവിശിഷ്ടനായിരിക്കുന്ന അങ്ങയെ ജയിക്കുന്നതിന് ആര് വിചാരിച്ചാലും കഴിയുന്നതല്ല. അങ്ങയുടെ അച്ഛനെ ഭക്ഷിച്ചവളും എൻ്റെ പ്രിയതമീയമായ യക്ഷിയെ അങ്ങ് സംഹരിച്ചുവല്ലോ. ഇനി ഈ സ്ത്രീയെ ഞാൻ വിട്ടുപോകണമെന്ന് അങ്ങ് നിർബന്ധിക്കുന്നത് കഷ്ടമാണ്. എനിക്ക് ഈ സ്ത്രീയിൽ അധികാരമായിരുന്ന ആസക്തി ജനിക്കുകയാലാണ് ഞാൻ വന്നു ബാധിച്ചത്. ഇവളെ ഉപേക്ഷിച്ചു പോകുന്ന കാര്യം എനിക്ക് വളരെ വ്യസനമാണ്. അതിനാൽ അവിടുന്ന് കൃപയുണ്ടായി എന്നെ ഉപദ്രവിക്കാതിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, രാജാവിൻ്റെ ഭാര്യയ്ക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവം നീക്കിക്കൊടുത്തു കൊള്ളാമെന്ന് ഞാൻ രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞുപോയി. ഇനി അതിനെ ഭേദപ്പെടുത്തുന്നത് എനിക്ക് വളരെ അപമാനവും നിവൃത്തിയില്ലാത്തതുമാണ്. അതിനാൽ വേഗത്തിൽ സത്യം ചെയ്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞാലും അതാണ് നല്ലത്. പോകാത്ത പക്ഷം നിന്റെ യക്ഷി പോയ വഴിക്ക് നിന്നെ ഞാൻ അയക്കും. അത് കേട്ടപ്പോൾ ഗന്ധർവന് ഭയവും വ്യസനവും സഹിക്കവയ്യാതിട്ട് ഇന്നേക്ക് 12-ാം ദിവസം അങ്ങ് മൂത്രം മുട്ടി മരിക്കട്ടെ എന്ന് ഭട്ടതിരിയെ ശപിച്ചു. അപ്പോൾ ഭട്ടതിരി വ്യസനത്തോടുകൂടി ശാപമോക്ഷത്തെ അപേക്ഷിക്കുകയും 12-ാം ദിവസം തിരുവാലൂർ പോയി ദർശനം കഴിച്ചാൽ മരിക്കുകയില്ലെന്ന് ഗന്ധർവൻ ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു. പിന്നെയും ഭട്ടതിരിയുടെ നിർബന്ധം നിമിത്തം ഗന്ധർവൻ സത്യം ചെയ്ത് അവിടം വിട്ടു പോവുകയും ചെയ്തു. ബാണപ്പെരുമാൾ ഭട്ടതിരിക്ക് വളരെ സമ്മാനങ്ങളും മറ്റും കൊടുത്ത് ബഹുമാനിച്ചയച്ചു. താമസിയാതെ പെരുമാളുടെ ഭാര്യയെ ഗർഭം ധരിക്കുകയും ഒന്നും അലസാതെ 4-5 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. ഭട്ടതിരിയുടെ മരണത്തിന്റെ തലേ ദിവസം തിരുവാലൂർ ഒരു അശരീരി വാക്ക് കേൾക്കപ്പെട്ടു. നാളെ ഇവിടെ ഒരു അപമൃത്യു സംഭവിക്കും. അതിനാൽ 3:45 നാഴികപ്പകൽ മുമ്പ് അത്താഴപൂജയും കഴിച്ച് എല്ലാവരും പൊയ്ക്കൊള്ളമെന്നായിരുന്നു ആ ശരീരവാക്ക്. മരണ ദിവസം പകലായപ്പോഴേക്കും ഭട്ടതിരി തിരുവാരൂരിലെത്തി. അതുവരെ അദ്ദേഹത്തിന് യാതൊരു ദീനവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ശുദ്ധം മാറായിരുന്നതിനാൽ തിരുവാലൂർ ചെന്നയുടനെ കുളത്തിലിറങ്ങി കുളിച്ച് കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറിയപ്പോൾ മൂത്രമൊഴിക്കണമെന്ന് തോന്നി. ഉടനെ അവിടെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്ന മൂത്രക്കുഴിയിൽ ചെന്നിരുന്നു. അപ്പോൾ മൂത്രം ഒഴിക്കേണ്ടെന്ന് തോന്നി. ഉടനെ എണീറ്റ് കുളത്തിലിറങ്ങി ശൗചിച്ച് കാലുമുഖവും ശുദ്ധി വരുത്തി കരയ്ക്ക് കയറിയപ്പോൾ പിന്നെയും മൂത്രം മുട്ടി തുടങ്ങി. പിന്നെയും മൂത്രമൊഴിക്കാൻ ചെന്നിരുന്നു. അപ്പോൾ വേണ്ടെന്ന് തോന്നി. ഇങ്ങനെ സന്ധ്യ വരെ അദ്ദേഹം കുളത്തിലിറങ്ങുകയും കയറുകയുമായിട്ട് കഴിച്ചുകൂട്ടി. സന്ധ്യ ആയപ്പോഴേക്കും അദ്ദേഹം ക്ഷീണിച്ച് കുളപ്പുരയിൽ വീണു. ഉടനെ ചക്രശ്വാസവും വലിച്ചു തുടങ്ങി. അന്ന് പ്രദോഷമായിരുന്നതിനാൽ വ്രതക്കാരായിട്ടും മറ്റസംഖ്യം ജനങ്ങൾ അവിടെ കൂടിയിരുന്നു. എങ്കിലും അശരീര വാക്കിൻ പ്രകാരം 3:45 നാഴികപ്പകൽ അത്താഴപൂജയും കഴിച്ച് എല്ലാവരും പോയി. ഭട്ടതിരി മാത്രം ശ്വാസം വലിച്ചുകൊണ്ട് അവിടെ കിടന്നു. മൂത്രം മുട്ടിയും ചക്രശ്വാസവും വലിച്ചും മരണവേദനയോടും കൂടി അദ്ദേഹം കിടന്ന് വിഷമിക്കുമ്പോൾ, ഈശ്വര, ഗ്രന്ഥത്തിൽ കണ്ടതാണല്ലോ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് എന്നും ഇപ്പോൾ അതിന് മറുപടിയായിട്ട് സൂര്യകാലടി വേണം ചെയ്യുവാനെന്ന് ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു അശരീരി വാക്കുണ്ടായെന്നും പ്രസിദ്ധമായി കേൾക്കുന്നുണ്ട്. ഇപ്പോഴും അതൊരു പഴഞ്ചൊല്ല് പോലെ ജനങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ സമീപത്തെങ്ങും മറ്റാരും ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടായ ഈ വാക്ക് ഇത്ര പരസ്യമായി തീർന്നത് എങ്ങനെയെന്ന് നിശ്ചയമില്ല. എങ്ങനെയാണെങ്കിലും ഭട്ടതിരി ചക്രശ്വാസം വലിച്ചും മൂത്രം മുട്ടിയും അർദ്ധരാത്രി ആയപ്പോഴേക്കും അവിടെ കിടന്ന് മരിച്ചു. അദ്ദേഹം ചക്രശ്വാസം വലിച്ച് ചുറ്റിത്തിരിഞ്ഞു നിലത്തു നിന്ന് മേൽപോട്ട് പൊങ്ങിയപ്പോൾ മരണവേദനയോടുകൂടി ചാടിക്കടിച്ചിട്ടുള്ള പാടുകൾ ഇന്നും തിരുവാലൂർ കുളപ്പുരയുടെ തട്ടിൻ്റെ തുലാങ്ങളിന്മേലും മറ്റും കാണുന്നുണ്ട്. തിരുവാലൂർ ക്ഷേത്രം ആലങ്ങാട്ട് താലൂക്കിലാണ്. സൂര്യഭട്ടതിരി ജീവിച്ചിരുന്നത് പള്ളിബാണ പെരുമാളുകളുടെ കാലത്താണെന്ന് കാണുന്നുണ്ട്. സൂര്യഭട്ടതിരിയുടെ കാലം കഴിഞ്ഞതിൽ പിന്നെയും ആ ഇല്ലത്തുള്ള ഭട്ടതിരിമാർ വളരെ തപശക്തിയുള്ളവരും വേദവിജ്ഞാനന്മാരും ശാസ്ത്രജ്ഞന്മാരും നല്ല മന്ത്രവാദികളും തന്നെയായിരുന്നു. ഒരു ദിക്കിൽ ഒരു വലിയ ജന്മിയുടെ വക ഒരു തെങ്ങിൻ തോട്ടത്തിൽ കാവലായിട്ട് ഒരു മൂത്ത ചേകോൻ, അതായത് തീയൻ, താമസിച്ചിരുന്നു. ആ തോട്ടത്തിൽ വളരെ തേങ്ങ വീഴുന്നത് കൊണ്ട് വലിയ വലിയ തേങ്ങാക്കൂടങ്ങൾ വളരെ ഉണ്ടായിരുന്നു. മിക്ക സമയങ്ങളിലും കൂടുകൾ ഒഴിയാതെ ഉണക്കത്തേങ്ങകൾ കിടക്കുക പതിവാണ്. അവിടെ ഈ മൂത്ത ചേകോൻ ഒരു മാടം കെട്ടിയുണ്ടാക്കി അതിലാണ് അവൻ്റെ കിടപ്പ് പതിവ്. രാത്രിയിൽ തീയിടാനായിട്ട് ആ മാടത്തിൽ ഒരു വലിയ നെരിപ്പോടമുണ്ടായിരുന്നു. അവൻ തണുപ്പുള്ള കാലങ്ങളിൽ വരട്ട് തേങ്ങയുടെ അടുത്ത് വെട്ടിക്കീറി അതിൻ്റെ ചികിരിയിട്ട് തീ കത്തിക്കുകയും തേങ്ങ തീയിലിട്ട് ചുട്ടെടുത്ത് തിന്നുകയും ചെയ്തു. ഒരിക്കൽ ഒരു മഞ്ഞുകാലത്ത് വെളുപ്പാൻ കാലമായപ്പോൾ മൂത്ത ചേകോന് തണുപ്പ് സഹിക്കുവാൻ പാടില്ലാഞ്ഞിട്ട് എണീറ്റ് 2-3 തേങ്ങയെടുത്ത് വെട്ടിക്കേറി ചികിരിയിട്ട് തീയും കത്തിച്ച് തേങ്ങയും ചുട്ടു തിന്ന് തീയും കാഞ്ഞിരുന്നു.
അപ്പോൾ ആ മാടത്തിന്റെ മെടയുടെ, അതായത് തട്ടയുടെ ഇടയിൽ കൂടി ഒരു കൊച്ചു തുമ്പിക്കൈ മൂത്ത ചേകോന്റെ അടുത്തിലേക്ക് ചെന്നു. ഉടനെ ഒരു തേങ്ങാ കഷ്ണം അവൻ തുമ്പിക്കൈയിലേക്ക് വെച്ചു കൊടുത്തു. അത് വാങ്ങി തിന്നിട്ട് പിന്നെയും തുമ്പിക്കൈ നീട്ടി. മൂത്ത ചേകോൻ പിന്നെയും ഒരു കഷ്ണം വെച്ചു കൊടുത്തു. അങ്ങനെ പല പ്രാവശ്യം കഴിഞ്ഞപ്പോഴേക്കും ചുട്ട തേങ്ങയെല്ലാം അവസാനിച്ചു. നേരവും വെളുത്തു. അപ്പോൾ തുമ്പിക്കൈ കാണാതെയുമായി. മൂത്ത ചേകോൻ എണീറ്റ് അവന്റെ ജോലിക്കും പോയി. പിറ്റേ ദിവസം വെളുപ്പാൻ കാലത്ത് മൂത്ത ചേകോൻ പതിവ് പോലെ തേങ്ങ ചുട്ട് തിന്നുന്നതിന് തുടങ്ങി. അപ്പോൾ തലേ ദിവസത്തെ പോലെ ആ കൊച്ചു തുമ്പിക്കൈ കണ്ടു തുടങ്ങി. അന്നും അവൻ ഓരോ കഷ്ണം ആ തുമ്പിക്കൈയിൽ വെച്ചു കൊടുക്കുകയും ആ കുട്ടിയാന മൂത്ത ചേകോന്റെ അടുക്കൽ വന്നു നിന്ന് തേങ്ങ വാങ്ങി തിന്നാനും തുടങ്ങി. എന്തിനു വളരെ പറയുന്നു. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും മൂത്ത ചേകോനും കുട്ടിയാനയും പരസ്പരം അത്യന്തം സ്നേഹത്തിലായി തീർന്നു. ഒരു സമയവും കുട്ടിയാന മൂത്ത ചേകോനെ പിരിഞ്ഞു പോകാതെയായി. മൂത്ത ചേകോൻ ഭക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു ഭാഗം കുട്ടിയാനയ്ക്കും കൊടുക്കുന്നു. എന്നാൽ കുട്ടിയാനയ്ക്ക് ചുട്ട തേങ്ങ പോലെ പ്രിയമായിട്ട് മറ്റൊന്നുമില്ല. മൂത്ത ചേകോൻ ദിവസം തോറും 2-3 തേങ്ങ വീതം ചുട്ട് കുട്ടിയാനയ്ക്ക് കൊടുക്കും. അസംഖ്യം തേങ്ങ വീഴുന്ന സ്ഥലമായതുകൊണ്ട് ഈ കുറവ് ഉടമസ്ഥൻ അറിയുന്നതിനും ചോദ്യപ്പെടുന്നതിനും ഇടയായുമില്ല. മൂത്ത ചേകോൻ വല്ലയിടത്തും കൂലിവേലയ്ക്ക് പോയാലും കുട്ടിയാന കൂടെ ഉണ്ടായിരിക്കും. എന്നു വേണ്ട, കുട്ടിയാനയും മൂത്ത ചേകോനുമായി പിരിഞ്ഞിട്ട് ഒരു സമയവുമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ ഈ കുട്ടിയാനയെ ആ മൂത്ത ചേകോൻ അല്ലാതെ മറ്റാർക്കും കാണുവാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു കാലടിയിൽ ഭട്ടതിരി അവിടെ മന്ത്രവാദത്തിനോ തന്ത്രത്തിനോ മറ്റോ പോയി തിരിച്ചു വരുമ്പോൾ നാട്ടുവഴി ഈ തോട്ടത്തിനടുക്കൽ കൂടിയിരുന്നതിനാൽ അതിലേ വന്നു. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയാനയെ കണ്ടു. ഭട്ടതിരി ഒരു ദിവ്യനായിരുന്നതിനാൽ ഇത് കേവലം ഒരു കുട്ടിയാന അല്ലെന്ന് അദ്ദേഹത്തിന് തോന്നുകയാൽ ഇതിനെ വിലയ്ക്ക് തരാമോ എന്ന് മൂത്ത ചേകനോട് ചോദിച്ചു. മൂത്ത ചേകോന് ഈ ആനക്കുട്ടിയുടെ മേൽ വളരെ വാത്സല്യവും കൗതുകവും ഉണ്ടായിരുന്നതിനാൽ അയ്യോ, അടിയൻ ഈ ഒറ്റക്കൊമ്പനെ തരികയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഭട്ടതിരിയുടെ നിർബന്ധം കൊണ്ടും നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ടും പറയുന്ന വില കൊടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചുകൊണ്ടും ഒടുക്കൽ കൊടുക്കാമെന്ന് അവൻ സമ്മതിച്ചു. പിന്നെ ഭട്ടതിരി മൂത്ത ചേകോൻ പറഞ്ഞതുപോലെയുള്ള സംഖ്യ എണ്ണിക്കൊടുത്ത് കുട്ടിയാനയെ വാങ്ങി. എങ്കിലും കുട്ടിയാന ഭട്ടതിരിയുടെ കൂടെ പോകാതെ മൂത്ത ചേകോന്റെ അടുക്കൽ തന്നെ നിന്നു. പിന്നെ ഭട്ടതിരി മൂത്ത ചേകോനോട് അവന്റെ നെരിപ്പോടും 2-3 വരട്ട തേങ്ങയും വില കൊടുത്തു വാങ്ങി. ആ തേങ്ങ തല്ലിപ്പൊട്ടിച്ച് നെരിപ്പോടിലിട്ട് ചുട്ടു. അതിൽ നിന്നൊരു കഷ്ണം തേങ്ങ എടുത്ത് നീട്ടിയപ്പോൾ കുട്ടിയാന ഭട്ടതിരിയുടെ അടുക്കൽ ചെന്ന് വാങ്ങിച്ചു തിന്നു. പിന്നെ ഭട്ടതിരി അതും എടുത്ത് നടന്നു തുടങ്ങി. കുട്ടിയാന അദ്ദേഹത്തിന്റെ പിന്നിലെയും ചെന്നു. ഇടയ്ക്കിടെ ഭട്ടതിരി ഓരോ കഷ്ണവും തേങ്ങയെടുത്ത് കുട്ടിയാനയ്ക്ക് കൊടുത്തുകൊണ്ടാണ് നടന്നത്. കുട്ടിയാന അതെല്ലാം വാങ്ങിച്ച് തിന്നും കൊണ്ടും പിന്നാലെ തന്നെ ചെല്ലുകയും ചെയ്തു. അങ്ങനെ ഭട്ടതിരി കുട്ടിയാനയും കൊണ്ട് ഇല്ലത്തിലെത്തി. മൂത്ത ചേകോന് ആ കുട്ടിയാനയുടെ സൂക്ഷ്മസ്ഥിതിയൊന്നും മനസ്സിലായില്ല. അത് ഭട്ടതിരിയുടെ പിന്നാലെ പോയത് തേങ്ങയുടെ കുതികൊണ്ട് മാത്രമാണെന്നേ അവൻ വിചാരിച്ചുള്ളൂ. ഭട്ടതിരിക്ക് ഈ കുട്ടിയാന സാക്ഷാൽ ഗണപതിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അദ്ദേഹം തേങ്ങ വാങ്ങിച്ച് ഗണപതി ഹോമം കഴിച്ച് ഗണപതിയെ ആവാഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അതൊന്നും മൂത്ത ചേകോൻ അറിഞ്ഞില്ല. ഭട്ടതിരി ഇല്ലത്തെത്തിയപ്പോഴേക്കും കുട്ടിയാന സാക്ഷാൽ ഗണപതിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. അദ്ദേഹം ആ ഗണപതിയെ തന്റെ മറ്റുള്ള തേവോരങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ വണങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് കാലടിയിൽ ഭട്ടതിരിമാർക്ക് ഗണപതി പ്രത്യക്ഷമായി തീർന്നത്. അക്കാലം മുതൽ അവിടെ എല്ലാവരും ഗണപതിയെ വീണ്ടും വണ്ണം സേവിച്ചു. എന്നു മാത്രമല്ല, സമാവർത്തനം കഴിഞ്ഞാൽ പിന്നെ ആ ഇല്ലത്തുള്ള എല്ലാവരും ദിവസവും ഗണപതി ഹോമം കഴിക്കണമെന്നും ഇല്ലത്തേവരവും ഗണപതി ഹോമവും ഒരു ദിവസം മുടങ്ങാതെ കഴിക്കേണ്ടതിലേക്കായി പുരുഷന്മാരിൽ ആരെങ്കിലും ഒരാൾ എന്നും ഇല്ലത്തുണ്ടായിരിക്കണമെന്നും ഏർപ്പാട് വെച്ചു. ആ ഇല്ലത്തുള്ള എല്ലാവർക്കും ഗണപതി പ്രക്ഷിപ്തമായി തീർന്നു എന്ന് മാത്രമല്ല, അവർ വിചാരിക്കുന്ന സകല കാര്യങ്ങളും ഗണപതി സാധിച്ചു കൊടുത്തും തുടങ്ങി. അപ്പോഴേക്കും അവർക്ക് മന്ത്രവാദത്തിൽ മുമ്പിനാലെ ഉണ്ടായിരുന്ന പ്രശസ്തി ശതകൂടി ഭവിച്ചു. അപസ്മാരം, ബ്രഹ്മരക്ഷസ് മുതലായ സകല ബാധോപദ്രവങ്ങളും ഒഴിവാക്കുന്നതിനും കാലടിയിൽ ഭട്ടതിരിമാർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതായി തീർന്നു. ഏതെങ്കിലും ഉപദ്രവമുണ്ടായാൽ ജനങ്ങൾ ഭട്ടതിരിയെ സ്വസ്ഥാനത്ത് വരുത്തിയിട്ടോ കാലടിയിൽ പോയി ഭജന വരുന്നിട്ടോ മന്ത്രവാദം ചെയ്യിക്കുവാനല്ലാതെ മറ്റൊരു മന്ത്രവാദിയെ കൊണ്ട് മന്ത്രവാദം ചെയ്യിക്കുകയോ മറ്റൊരു സ്ഥലത്തു പോയി ഭജനമിരിക്കുകയോ അക്കാലത്ത് പതിവില്ലായിരുന്നു. കാലടി ഗണപതിയുടെ മഹാത്മ്യങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട്. വിസ്തര സമ്പത്താൽ അവയെല്ലാം ഇവിടെ വിവരിക്കുന്നില്ല. എങ്കിലും ദൃഷ്ടാന്തത്തിനായി 1-2 സംഗതികൾ മാത്രം ചുരുക്കത്തിൽ പറഞ്ഞുകൊള്ളുന്നു. തിരുവിതാംകൂറിൽ സംസ്ഥാനത്ത് ചങ്ങനാശ്ശേരി താലൂക്കിൽ കാടുമുറി ഗ്രാമത്തിൽ കുഞ്ചമൺ പോറ്റി എന്നൊരു മന്ത്രവാദി ഉണ്ടെന്നും ആ തറവാട്ടുകാർക്ക് ചാത്തന്മാർ പ്രത്യക്ഷമാണെന്നും
ഇന്നും പ്രസിദ്ധമാണല്ലോ. ഇപ്പോൾ അവിടെയുള്ളവർക്ക് ചാത്തന്മാരെ പ്രത്യക്ഷമായി കാണുവാൻ പാടില്ലെങ്കിലും ചാത്തന്മാർ ഇന്നും അവരുടെ ആജ്ഞയെ അനുസരിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ പല സ്ഥലങ്ങളിൽ പോയി ചാത്തൻ്റെ ഉപദ്രവങ്ങൾ ഒഴിക്കുന്നുണ്ട്. കുഞ്ചമൺ പോറ്റി ഒഴിച്ചാൽ ഒഴിയാത്ത ചാത്തൻ ഇപ്പോഴും എങ്ങുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണ്. ആവശ്യക്കാർ വന്ന് അപേക്ഷിച്ചാൽ തൽക്കാലം പോകുന്നതിന് സൗകര്യമില്ലെങ്കിൽ കുഞ്ചമൺ പോറ്റിമാർ അവധി വെച്ച് എഴുത്തു കൊടുക്കുന്നത് തൽക്കാലത്തേക്ക് ചാത്തന്മാരെ ഒഴിച്ചു നിർത്തുക ഇന്നും പതിവുള്ളതാണ്. ഇന്ന മാസം ഇത്രാം തീയതി നാം അവിടെ വരുന്നതാണ്. അതുവരെ നിങ്ങൾ ഇന്ന ഗ്രഹത്തിൽ യാതൊരു ഉപദ്രവവും ചെയ്യാതെ പോകരുത്. ഇത് നമ്മുടെ കുട്ടിച്ചാത്തന്മാർ ഗ്രഹിപ്പിക്കുവാൻ കുഞ്ചമൺ പോറ്റി ഇന്നാര്. ഇപ്രകാരമാണ് അവർ എഴുതി കൊടുത്തയക്കുന്നത്. ഇപ്രകാരം കുഞ്ചമൺ പോറ്റിയുടെ എഴുത്തു വാങ്ങിച്ചു കൊണ്ടുപോയി ചാത്തൻ്റെ ഉപദ്രവമുള്ള ഗ്രഹത്തിൽ വായിച്ചാൽ അവധി കഴിയുന്നതുവരെ ആ ഗ്രഹത്തിൽ യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ലെന്നാണ് തീർച്ചയായിട്ടുള്ള കാര്യം. ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ കുഞ്ചമൺ പോറ്റിയും ഗണപതിയെ പ്രത്യക്ഷമാക്കി വരുന്ന കാലടിയിൽ ഭട്ടതിരിയും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. മുമ്പൊരിക്കൽ ഒരു കുഞ്ചമൺ പോറ്റി കാലടിയിൽ ഭട്ടതിരിയെ കാണുവാനായി ചെന്നിരുന്നു. പോറ്റി 18 തണ്ടു വെച്ച് ഒരു ബോട്ടിലാണ് ചെന്നിരുന്നത്. ഭട്ടതിരിയുടെ ഇല്ലം പുഴവക്കത്തായതൽ ബോട്ടിൽ ആ കടവിൽ തന്നെ ചെന്ന് നടത്തു. ഉടനെ പോറ്റി കരക്കിറങ്ങി ഇല്ലത്തേക്ക് ചെന്നു. അപ്പോൾ സന്യാസമായിരുന്നതുകൊണ്ട് ഗൃഹസ്ഥനായിരുന്ന ഭട്ടതിരി ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോറ്റി മുറ്റത്ത് ചെന്നപ്പോൾ ഭട്ടതിരി പുറത്തേക്ക് വന്ന് വേഗം കുളി കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് പോറ്റിയെ കുളിക്കാൻ അയച്ചിട്ട് അകത്തേക്ക് പോയി. പോറ്റി ബോട്ടിലാണ് വന്നതെന്ന് മനസ്സിലാവുകയാൽ പോറ്റിക്കും ബോട്ടുകാർക്കും വേഗത്തിൽ അത്താഴം കാലമാക്കണമെന്ന് ഭട്ടതിരി ശട്ടം കെട്ടി. ഭട്ടതിരി അന്തി മുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പോറ്റി കുളി കഴിഞ്ഞു വന്നു. പിന്നെ ഭട്ടതിരിയും പോറ്റിയും പുറത്തളത്തിലിരുന്ന രണ്ടുപേരുടെയും ജപങ്ങളും മറ്റും കഴിച്ചു. കുറച്ചു നേരം കുശലപ്രശ്നവും ചെയ്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അത്താഴം കാലമാവുകയാൽ രണ്ടുപേരും ഊണ് കഴിച്ചു. ഊണ് കഴിഞ്ഞ് പിന്നെയും പുറത്താളത്തിൽ വന്ന് വെടിയും പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന മധ്യേ ഭട്ടതിരി മടപ്പള്ളിക്കാരെ വിളിച്ച് പോറ്റിയുടെ ബോട്ടുകാർക്കൂടെ വേഗത്തിൽ ചോറ് കൊടുക്കുവാൻ ശട്ടം കെട്ടി. അപ്പോൾ പോറ്റി, അതൊന്നും വേണ്ട, നമ്മുടെ ബോട്ടുകാർക്ക് ഭക്ഷണം ഞാൻ തന്നെ കൊടുത്തുകൊള്ളാം, മറ്റാരും കൊടുത്താൽ അവർക്ക് തൃപ്തിയാവുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി, എന്നാൽ അങ്ങോട്ട് ചെന്ന് വിളമ്പി കൊടുത്തേക്കണം, നമുക്കിങ്ങോട്ട് പോകാം, ഞാൻ കൂടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി, അതൊന്നും വേണ്ട, ഞാൻ അവർക്ക് അത്താഴം കൊടുത്തു. അവർ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിനായിട്ട് സഹായിക്കണമെന്നൊന്നുമില്ല. ഇത്രയും കേട്ടപ്പോൾ ഭട്ടതിരിക്ക് കാര്യം മനസ്സിലായി. ബോട്ടുകാരൊക്കെ ചാത്തന്മാരായി അല്ലേ എന്ന് ഭട്ടതിരി ചോദിച്ചു. അതെ, ഒരു മൂർത്തിയെ സേവിക്കുക എന്ന് വെച്ചാൽ ചാത്തനെ തന്നെ സേവിക്കണം, എങ്കിലേ എല്ലാത്തിനും ഉപയോഗപ്പെടൂ എന്ന് പോറ്റി പറഞ്ഞു. വെറുതെ 10-20 പേർക്കും കൂടി രാത്രികാലത്ത് അരി വെക്കുന്നതിനിടയാകും പോറ്റി ഇപ്രകാരം പറയുകയും ചെയ്തത് തന്നെ അപമാനിക്കുന്നതായിരുന്നുവെന്നും ഗണപതിയെ സേവിച്ചാൽ എല്ലാത്തിനും ഉപയോഗപ്പെടുകയില്ലെന്നും പോറ്റിയുടെ വാക്കിന്റെ സാരാംശമെന്നും മനസ്സിലായി. അതൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് സമ്മതിച്ചു. പിന്നെയും രണ്ടുപേരും കൂടി വളരെ നേരം സംഭാഷണം ചെയ്തുകൊണ്ടേയിരുന്നു. പോറ്റിക്ക് കിടക്കുന്നതിനെല്ലാം തയ്യാറാക്കി കുടിപ്പിച്ചിട്ട് ഭട്ടതിരി അകത്തേക്ക് പോയി രണ്ടുപേരും കിടന്നുറങ്ങുകയും ചെയ്തു. വെളുപ്പാൻ കാലത്ത് രണ്ടുപേരും ഉണർന്നെഴുന്നേറ്റ് പുറത്തളത്തിൽ വന്നു. പോറ്റി അപ്പോൾ തന്നെ യാത്ര പറഞ്ഞ് ബോട്ട് കയറുവാൻ പോയി. ഭട്ടതിരി കുളിക്കുവാനും പോയി. പോറ്റി കടവിൽ ചെന്ന് നോക്കിയപ്പോൾ ബോട്ട് അവിടെ കാണുവാനില്ലായിരുന്നു. ബോട്ട് കള്ളന്മാർ വല്ലതും മോഷ്ടിച്ചു കൊണ്ടുപോയതായിരിക്കാമെന്ന് വിചാരിച്ച് പോറ്റിക്ക് വളരെ വ്യസനമായി തീർന്നു. ബോട്ട് പൂട്ടിയിരുന്ന താഴും തുടരും ഒന്നും കാണുവാനില്ലായിരുന്നു. ഉടനെ പോറ്റി പരിഭ്രമിച്ച് ഭട്ടതിരി കുളിക്കുന്നിടത്ത് ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, ഇവിടെ നിന്നൊരു സാമാനവും കള്ളന്മാർ കൊണ്ടുപോകാറില്ല, ഇതും കള്ളന്മാർ കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരൊറ്റ കൊമ്പനുണ്ട്, ഇത് അയാളുടെ നേരം പോക്കായിരിക്കണം, ഏതായാലും പരിഭ്രമിക്കേണ്ട, നിവൃത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഭട്ടതിരി അവിടെ നിന്നുകൊണ്ട് മേൽപോട്ട് നോക്കിയപ്പോൾ ബോട്ട് ആ കടവിൽ നിൽക്കുന്ന ആലിന്റെ മുകളിലിരിക്കുന്നത് കണ്ടു. ഉടനെ പോറ്റിയോട്, എന്നെ തൊട്ടുകൊണ്ട് മേൽപോട്ട് നോക്കൂ എന്ന് ഭട്ടതിരി പറയുകയും പോറ്റി അപ്രകാരം നോക്കുകയും ചെയ്തു. അപ്പോൾ ആലിന്റെ മുകളിൽ ഒരു കൊമ്പത്ത് ബോട്ട് കയറ്റിവെച്ച് തുമ്പിക്കൈ കൊണ്ട് താങ്ങിപ്പിടിച്ചുകൊണ്ട് ഗണപതി ഇരിക്കുന്നത് പോറ്റിയും കണ്ടു. ഇത് തന്റെ തലേദിവസം പറഞ്ഞതിന് തന്നെ അബദ്ധമാക്കുവാനായിട്ടുള്ള വിദ്യയാണെന്ന് പോറ്റിക്ക് മനസ്സിലാവുകയാൽ പോറ്റി ഭട്ടതിരിയോട് മാപ്പ് ചോദിച്ചു. ഉടനെ ഭട്ടതിരി ഗണപതിയോട്, അതിങ്ങ് കൊടുത്തേക്കൂ, അദ്ദേഹത്തിന് പോകുവാൻ വൈകി എന്ന് പറയുന്നു, വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി അവിടെ ഇരുന്നും കൊണ്ട് ബോട്ടെടുത്ത് പുഴയിലേക്ക് ഇട്ടുകൊടുത്തു. ആലിന്റെ മുകളിൽ നിന്നും ബോട്ട് വെള്ളത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ ബോട്ട് പൊട്ടിപ്പോയി എന്ന് പോറ്റിക്ക് തോന്നി. എങ്കിലും അതിന് യാതൊരു കേടും സംഭവിച്ചില്ല. പോറ്റിക്ക് വളരെ ബഹുമാനവും അത്ഭുതവും തോന്നി. ബോട്ട് കിട്ടിയെങ്കിലും ബോട്ടുകാരില്ലാതെ പോറ്റി പിന്നെയും വിഷണ്ണനായി തീർന്നു. ഗണപതിയെ പേടിച്ച് ചാത്തന്മാരും അടുത്തു വരികയില്ല. അത് ഭട്ടതിരിയോട് പറയുവാൻ പോറ്റിക്ക് വളരെ ലജ്ജയും മടിയും തോന്നിയാൽ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അങ്ങനെ പരുങ്ങലായിട്ട് നിന്നു. ഒടുക്കം നിവൃത്തിയില്ലെന്ന് തോന്നുകയാൽ ആ വിവരവും പോറ്റി ഭട്ടതിരിയോട് പറഞ്ഞു.
പിന്നെ ഭട്ടതിരി ഭയപ്പെടേണ്ട, അവർ വന്നോട്ടെ, അയാളൊന്നും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ചാത്തന്മാർ വന്ന് ബോട്ടിൽ കയറി. പോറ്റി വഴിപാടിന് പണവും കൊടുത്ത് ഗണപതിയെ തൊഴുതും വെച്ച് പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ ഒരു കാലടിയിൽ ഭട്ടതിരി കോഴിക്കോട്ട് താനത്തിനായിട്ട് പോയിരുന്നു. അവിടെ കൗണാറ്റിന് വടക്കേക്കരയുള്ളവർക്കല്ലാതെ താനം പതിവില്ല. കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം അന്ന് കൗണാറ്റിന് തെക്കേക്കര ആയിരുന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് താനം ചാർത്തുകയില്ലെന്ന വഴക്കായി. അപ്പോൾ താനത്തിനായിട്ട് അത്രത്തോളം ചെന്നിട്ട് വെറുതെ പോരുന്നത് തനിക്ക് അപമാനമാണല്ലോ എന്ന് വിചാരിച്ച് ഭട്ടതിരി എൻ്റെ ഇല്ലം കൗണാറ്റിന് വടക്കേക്കരയാണ് എന്ന് പറഞ്ഞു. ഇല്ലം വാസ്തവത്തിൽ തെക്കേക്കരയാണെന്ന് നല്ല നിശ്ചയമുള്ളവർ അവിടെ പലരുമുണ്ടായിരുന്നു. അവരെല്ലാവരും ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞാലും ഭട്ടതിരി സമ്മതിക്കുകയില്ല. അദ്ദേഹം പിന്നെയും എൻ്റെ എല്ലാം വടക്കേക്കരയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ വഴക്ക് കലശമായി. അപ്പോൾ വിവരം സാമൂതിരിപ്പാട് തിരുമനസിനെ കൊണ്ട് കേട്ടു. അവിടെ നിന്നൊടുക്കം ഒരു തീർച്ച നിശ്ചയിച്ചു. എങ്ങനെയെന്നാൽ തൽക്കാലം ഭട്ടതിരിയുടെ താനം ചാർത്തുകയും കിഴി കൊടുക്കുകയും ചെയ്യുകയും ഇവിടെ വന്ന ഒരാളെ അയച്ച് ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയോ വടക്കേക്കരയോ എന്ന് നോക്കി തിട്ടം വരുത്തുകയും പോകുമ്പോൾ തിരിച്ചു വരുന്നത് ഭട്ടതിരിയെ ഇവിടെ താമസിപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ആ കൽപ്പനയെ ഭട്ടതിരിയും മറ്റെല്ലാവരും സമ്മതിക്കുകയും ഭട്ടതിരിയുടെ കൂടെ താനം ചാർത്തുകയും ചെയ്തു. കൽപ്പന പ്രകാരം കോഴിക്കോട്ട് നിന്ന് അയച്ചയാൾ വന്നു നോക്കിയപ്പോൾ ഭട്ടതിരിയുടെ ഇല്ലം വടക്കേക്കര ഇരിക്കുന്നതും കൗണാറ് തെക്കേപ്പുറം പ്രവഹിക്കുന്നതും കണ്ടു. ആ വിവരം അവിടെ ചെന്ന് തിരുമനസ് അറിയിച്ചു. ഉടനെ ദാമോദരിപ്പാട് തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിയെ തിരുമുമ്പാകെ വരുത്തി വളരെ സമ്മാനങ്ങളും കൊടുത്തു. വാസ്തവത്തിൽ ഭട്ടതിരിയുടെ ഇല്ലം മുമ്പ് കൗണാറ്റിന്റെ തെക്കേക്കര തന്നെയായിരുന്നു. ഈ തർക്കമുണ്ടായപ്പോൾ ഭട്ടതിരിക്ക് അപമാനം വരുമല്ലോ എന്ന് വിചാരിച്ച് ഗണപതി തന്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് കുത്തി ആറിനെതിരെ തിരിച്ചുവിട്ടു. ഭട്ടതിരിയുടെ ഇല്ലത്തിനും തെക്കേപ്പുറ ആക്കി വിടുകയായിരുന്നു അത്. ആറു പണ്ട് ഭട്ടതിരിയുടെ ഇല്ലത്തിന് വടക്കേപ്പുഴയായിരുന്നു. ഇതിപ്പോഴും അവിടെ വെച്ച് നോക്കിയാൽ ആ സ്ഥലത്തിന്റെ കിടപ്പ് കൊണ്ട് അറിയാവുന്നതാണ്. കാലടിയിൽ ഭട്ടതിരിമാർക്ക് പ്രത്യക്ഷമായിരുന്ന ഗണപതി പിന്നെ അങ്ങനെയല്ലാതെ ആയതിന്റെ കാരണം കൂടി പറയാതെ ഈ ഉപന്യാസം ഉപസംഹരിക്കുന്നത് വിഹിതമല്ലെന്ന് വിചാരിച്ച് അതുകൂടി പറഞ്ഞുകൊള്ളുന്നു. ഒരിക്കൽ ഒരു കപ്പൽ കച്ചവടക്കാരൻ വിലപിടിച്ചവനായ അനേകം സാധനങ്ങൾ കയറ്റി വടക്ക് നിന്ന് തെക്കോട്ട് കൊണ്ടുപോയ ഒരു കപ്പൽ സമുദ്രത്തിൽ കയറ്റി താണുപോയി. കപ്പലിലുണ്ടായിരുന്നവർ മിക്കവരും ഒരുവിധം മരിക്കാതെ കരയ്ക്ക് കയറി. കപ്പലിന്റെ ഉടമസ്ഥനും മരിച്ചില്ല. കപ്പൽ ഛേദം കൊണ്ട് വളരെ നഷ്ടമുള്ളതിനാൽ കപ്പലിന്റെ ഉടമസ്ഥൻ വ്യസനിച്ചുകൊണ്ട് നടക്കുകയുമ്പോൾ കാലടിയിൽ ഭട്ടതിരിക്ക് ഗണപതി പ്രത്യക്ഷമാണെന്നും അവിടെ ചെന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരിക്കുമെന്നും ആരോ അവനോട് പറഞ്ഞു. ഉടനെ ആ കച്ചവടക്കാരൻ കാലടിയിലെത്തി. ഭട്ടതിരിയെ കണ്ട് വിവരമെല്ലാം പറയുകയും സാമാനങ്ങൾക്കൊന്നും നഷ്ടവും കപ്പലിനൊരു കേടുമില്ലാതെ ഉയർത്തി കൊടുത്താൽ കപ്പലിലുള്ള സാമാനത്തിന്റെ പകുതി വില ഭട്ടതിരിക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഉടനെ ഭട്ടതിരി കപ്പൽ ഉയർത്തി വെച്ച് കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിച്ചു. പിന്നെ ഗണപതിയുടെ അടുക്കൽ ചെന്ന് ഈ വിവരം പറഞ്ഞു. അപ്പോൾ ഗണപതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി ഈ കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപറഞ്ഞു പോയതാണ്, ഇത് ഏതു വിധവും നിർവഹിച്ചു തരണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞു. ഉടനെ ഗണപതി പോയി സമുദ്രത്തിൽ മുങ്ങി കപ്പൽ തന്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് ഉയർത്തി കൊടുക്കുകയും കച്ചവടക്കാരൻ പറഞ്ഞതുപോലെ ദ്രവ്യം ഭട്ടതിരിക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഗണപതി ഭട്ടതിരിയോട് നിങ്ങൾക്ക് ദ്രവ്യത്തെങ്കിലുള്ള അത്യാഗ്രഹം കൊണ്ട് ഇന്നതേ പറയാവൂ എന്നതില്ലായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ എല്ലാം ചെയ്തുകൊണ്ടും പ്രത്യക്ഷമായിട്ടിരുന്നത് കൊണ്ടും അഹമ്മതി നിമിത്തമാണ്. അതിനാൽ ഇനി നിങ്ങൾ എന്നെ പ്രത്യക്ഷമായി കാണുകയില്ല. എങ്കിലും നിങ്ങൾ എന്നെ വളരെ സേവിച്ചിട്ടുള്ളതുകൊണ്ട് ഇനിയും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തന്നുകൊള്ളാം. ദുസാധ്യമുള്ള കാര്യങ്ങൾ അന്യന്മാർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടും അത്യാഗ്രഹം നിമിത്തവും യാതൊന്നും എന്നോട് അപേക്ഷിക്കരുത്. ഇത്രയും പറഞ്ഞ് മറയുകയും ചെയ്തു. അതിൽ പിന്നെ ആ ഇല്ലത്തുള്ളവർ ഗണപതിയെ പ്രത്യക്ഷമായി കണ്ടിട്ടില്ല. എങ്കിലും അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടേയിരുന്നു. കാലക്രമേണ ആ ഇല്ലത്തുള്ളവർക്ക് മുമ്പുണ്ടായിരുന്നവരെ പോലെയുള്ള തപശക്തിയും ഗണപതിയെക്കുറിച്ചുള്ള ഭക്തിയും സേവയും കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കാര്യസിദ്ധികളും അങ്ങനെ തന്നെയായി തീർന്നു. എങ്കിലും കാലടി ഗണപതിയുടെ ശക്തിയും മാഹാത്മ്യവും ഇന്നുമുണ്ട്. അപ്രകാരം തന്നെ കാലടിയിൽ ഭട്ടതിരിയുടെ മന്ത്രവാദവും മറ്റുള്ള പരമ്പരക്കാരായ മന്ത്രവാദികളുടെ മന്ത്രവാദത്തേക്കാൾ ഇപ്പോഴും ഫലിച്ചു കാണുന്നുണ്ട്. കലിയുഗം മൂത്തിരിക്കുന്ന ഈ കാലത്ത് മുൻകാലങ്ങളിലെ പോലെ ദൃഷ്ടാന്തങ്ങൾ കാണുവാൻ പ്രയാസമാണല്ലോ. ഇതോടുകൂടി ഐതിഹ്യമാല 16-ാം അധ്യായം പൂർണ്ണമായി. ഇനി 17-ാം അധ്യായമാണ്. വെൺമണി നമ്പൂരിപ്പാടന്മാർ